ശരിയായ നിലയിൽ അറിഞ്ഞുകൊണ്ടാണ് വെളിയിലോട്ട് ഇറക്കി വിടുകയും ചെയ്തു. ഞങ്ങൾ സംസാരിച്ചിട്ട് പോലും അന്നേരം മേഡം ആ കാറിനെ കേട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വരുന്നവരെ എല്ലാവരും കൂടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സാർ. അത് സാരമില്ല, എടുത്തോട്ട് 50 പേർക്കെതിരെ കേസെടുത്തുവെന്നാണ് പറഞ്ഞത്. 50 പേർക്കെതിരെ കേസ്. അത് നിങ്ങൾ പേടിക്കുന്നു. അത് എഴുതി നമുക്ക് ഏതായാലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇനി മേലാൽ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ DGPയോട് സംസാരിച്ചിട്ട് സാർ എല്ലാരും ഇതിന്റെ ഇത് മറിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അത് അതിന്റെ നീതി കിട്ടാനായിട്ട് എന്തെങ്കിലും പറ്റുന്ന സാർ കളക്ടർ പറഞ്ഞിരിക്കുന്ന 11 മണി വരെയാണ് ഫോൺ വിളിച്ച് പറഞ്ഞത്. ആ പ്രശ്നം നടക്കുമ്പോൾ DYSPയുടെ ഫോണിൽ വിളിച്ചിട്ട് ഞാനാണ് പകല് നിന്നതുകൊണ്ട് 11 മണി വരെ സമയം പറഞ്ഞിരിക്കുന്നു. എന്തിനാ സാർ ഞങ്ങളെ കൊന്നിട്ട് അവരെന്തിനാണ് സമരം ചെയ്യണത്? ഞങ്ങളെ ശരിക്കും ഇത് കൊലപാതകമായിട്ടല്ലേ വരിക? ഒരു സംശയമാണ്. എന്നിട്ട് അവർ സമരം ചെയ്തിട്ട് ഇനി എന്താ കാര്യം? ഇതിന്റെ ഈ റെക്കോർഡ് എഴുതിയ സാർ ഈ റെക്കോർഡ് എഴുതിയ അയാളെ കണ്ടുപിടിച്ചതുകൊണ്ട് മാത്രമാണ് കളക്ടർ നമുക്കൊപ്പം നിന്നത്. ഈ റെക്കോർഡ് എഴുതിയവർക്ക് കേസ് ഉണ്ടായിരിക്കണം. കളക്ടർ ഇപ്പം ഇൻചാർജാണ്, സബ് കളക്ടറാണ്. ഇതിന്റെ കൂടാതെ ഇതിന്റെ പേരിൽ തന്നെ ഞങ്ങൾക്ക് ഒരു കേസും കൂടെ ആണ്. അല്ല പക്ഷേ ആ കൊച്ചൊരു 3 വയസ്സുള്ള കൊച്ചാണ്, പെൺകുട്ടിയാണ്. അതിനൊരു കോമ്പൻസേഷൻ അതാണ്. കോമ്പൻസേഷൻ അത്യാവശ്യം എന്തെങ്കിലും കൊച്ചിന് ജോലിയുടെ കാര്യം മുറ്റത്താണ് അടക്കിയിരിക്കുന്നത്. ഞാൻ വിളിക്കാം സാർ. വളരെ ഗുരുതരമായ ഒരു കാര്യമാണിത്. ഒരാളിനെ സ്റ്റോണിൻ്റെ വയറ്റിൽ സ്റ്റോണാണ്, അത് കാണിക്കാൻ കൊണ്ടുപോയതാണ്. ആൾ വന്ന് മരിച്ചാണ്. അപ്പം ഗുരുതരമായ തെറ്റാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇത് അന്വേഷിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. കേസ് വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുന്നതായിട്ടാണ് വീട്ടുകാർ പറയുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല. ഇതിനെ സംബന്ധിച്ച് ശക്തമായ അന്വേഷണം വേണം. കുറ്റക്കാരുടെ നടപടി ഉണ്ടാകണം. മാത്രമല്ല ഈ കുടുംബത്തിന് സർക്കാരിൻ്റെ ആയിട്ട് ഒരു നല്ലൊരു കോമ്പൻസേഷൻ കൊടുക്കണം. ഒരു പെൺകുട്ടിയാണ്, ഇനി കുട്ടിയെ വളർത്തണ്ടേ? അപ്പം ഇത്തരത്തിൽ ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് മരിച്ചതാണ്. സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഇനി അവരെ സംരക്ഷിക്കാനുള്ളത്. ആ മെഡിക്കൽ റിപ്പോർട്ടുകൾ തിരുത്തിയതൊക്കെ എന്നെ കാണിച്ചു. ഈ കുട്ടി നേരത്തെ തന്നെ മരിച്ചതായിട്ടാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. എന്നിട്ടും അവർ 2-3 ദിവസം വെന്റിലേറ്ററിലിട്ടു, പുതിയ റെക്കോർഡുകൾ ഉണ്ടാക്കിയെന്നൊക്കെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുക്കൾ പുറത്തു കൊണ്ടുവരൂ. ഇത് ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ DGPയോട് ഇന്ന് സംസാരിക്കും, മറ്റുള്ള ആരോഗ്യമന്ത്രിയോട് സംസാരിക്കും. അടിയന്തരമായ നടപടി ഉണ്ടാവുകയും കോമ്പൻസേഷൻ കൊടുക്കുകയും വേണം. അതാണ് നമ്മുടെ ആവശ്യം.